1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത് നൂറ്റാണ്ടുകളായി നടത്തിയ നാനാവിധത്തിലുള്ള സമരങ്ങളുടെ പരിണിത ഫലമായിട്ടാണ്. നിരവധി ആളുകൾ ആത്മാഹൂതി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിരവധി ആളുകൾ ജയിലിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. നിരവധി കലാപങ്ങൾ പല കാലങ്ങളിൽ നടന്നിട്ടുണ്ട്. നിരവധി പോരാട്ടങ്ങൾക്ക് ഇന്ത്യ എന്ന മണ്ണ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ രാജ്യസ്നേഹികളായ ഒരു പറ്റം ആളുകളുടെ ആത്മബലിക്ക് ശേഷമാണ് ഇന്ത്യ സ്വതന്ത്രമായത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകരുത് എന്നും ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ 100% അംഗീകരിക്കുകയും അവരുടെ കീഴിൽ പ്രജകളായി തുടരാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരു ജനസമൂഹം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് അവർ അതിനുവേണ്ടി നിരവധി മെമ്മോറാണ്ടങ്ങൾ ബ്രിട്ടീഷുകാർക്ക് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അതിശയം തോന്നാം. എന്നാൽ കേരളത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രാംശങ്ങളിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി നടന്ന കോളനി വിരുദ്ധ കലാപത്തിൻ്റെ ചരിത്രം നമ്മൾ അറിയണം. രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോളനി വിരുദ്ധ കലാപം നടക്കുന്നത് ആറ്റിങ്ങലിലാണ്. അത് 1721. അപ്പോൾ 1721 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കലാപം, ആ കലാപത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ 5 തെങ്ങ് കോട്ടയുടെ ചരിത്രം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, തിരുവിതാംകൂറിലെ അമ്മ മഹാറാണിയായിരുന്ന ഉമയമ്മ റാണിയുടെ കാലത്താണ് 5 തെങ്ങ് കോട്ട നിർമ്മിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഏതാണ്ട് കൊല്ലം കേന്ദ്രീകരിച്ച് കല്ലട എന്ന പ്രദേശത്ത് ഡച്ചുകാർ ഒരു സംഭരണശാല, കുരുമുളക് സംഭരണശാല സ്ഥാപിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് അവർ ആറ്റിങ്ങലിൻ്റെ കച്ചവട കുത്തകയ്ക്ക് കൂടി ഒരു ശ്രമം നടത്തുകയും ആറ്റിങ്ങൽ റാണിമാർ, പ്രത്യേകിച്ച് ഉമയമ്മ റാണി അടക്കമുള്ള ആളുകൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവർക്ക് തിരുവനന്തപുരത്തേക്ക്, പ്രത്യേകിച്ച് ആറ്റിങ്ങലിൽ അവർക്കൊരു ഒരു പണ്ടികശാല തുടങ്ങുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു. ഇതിനവർ പരിഹാരം കണ്ടത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, കല്ലട ഇരുന്നു കൊണ്ട് ഈ തിരുവനന്തപുരം, കൊട്ടാരക്കര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ പ്രദേശങ്ങളിലെ കുരുമുളക് കള്ളക്കടത്ത് വഴി കല്ലടയിൽ ശേഖരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിന് ഒരു തടയിടുന്നതിന് ശക്തി കൊണ്ട് നടക്കില്ല എന്ന് ഉമയമ്മ റാണിക്ക് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു വിദേശിയെ മറ്റൊരു വിദേശിയെ കൊണ്ട് നേരിടുക എന്നൊരു തന്ത്രം സ്വീകരിച്ചു. അങ്ങനെ വിദേശിയായ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നതിനും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുമായി കോഴിക്കോട്ട് അന്ന് ക്യാമ്പ് ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ തലവനായിരുന്ന മിച്ചൽ സാഹിബിന് ഒരു കത്തെഴുതി. ആ കത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്, ആറ്റിങ്ങൽ റാണിമാർക്ക് ബ്രിട്ടീഷുകാരുമായി കച്ചവട ബന്ധം ഉറപ്പിക്കാൻ താല്പര്യമുണ്ട് എന്നും അതിന് മുൻകൈ എടുക്കണമെന്നും ആയിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. ഈ മിച്ചൽ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ബാർബോൺ എന്ന് പറയുന്ന ഒരു പ്രതിനിധിയെ ആറ്റിങ്ങൽ റാണിയുടെ അടുത്തേക്ക്, ഉമയമ്മ റാണിയുടെ അടുത്തേക്ക് അയച്ചു. അങ്ങനെ ബാർബോണും ഉമയമ്മ റാണിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ 1694 5 തെങ്ങ് എന്ന് പറയുന്ന കടൽ തീരത്തിനോട് അടുത്തുള്ള ഉയർന്ന പ്രദേശം, ഏതാണ്ട് 250 ഏക്കർ വരുന്ന പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വാടകയ്ക്ക് അഥവാ പാട്ടത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവര് അവിടെ ഒരു മൺകോട്ട കെട്ടാൻ ശ്രമിച്ചു.
ആ മൺകോട്ട പിന്നെ ഒരു വലിയ ഒരു പേമാരിയിൽ തകർന്നുപോയി. തുടർന്ന് അവർ കരിങ്കല്ല് കൊണ്ട് കോട്ട കെട്ടാൻ ശ്രമിച്ചു. അതിനെതിരെ 1697 കലാപം നടന്നു. ആദ്യത്തെ കലാപം നടക്കുന്നത് 1697 ബ്രിട്ടീഷുകാർ പീരങ്കി കൊണ്ടത് അടിച്ചമർത്തി. 1719 രണ്ടാമത്തെ കലാപം നടന്നു. 1720 2 കലാപങ്ങൾ നടന്നു. അങ്ങനെ നിരവധി കലാപങ്ങൾ നടന്നു. അപ്പോൾ അന്ന് ഉള്ള വ്യവസ്ഥ അനുസരിച്ച് ഈ കലാപങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായി പാട്ടപ്പണം ആറ്റിങ്ങലിലേക്ക് വന്നിരുന്നില്ല. അങ്ങനെ കുടിശ്ശികയായി, കച്ചവടാകെ താറുമാറായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1721 കുടിശ്ശിക, പാട്ടക്കുടിശ്ശികയും പിന്നെ അതുപോലെ തന്നെ വിഷുവിന് ഉള്ള സമ്മാനങ്ങളുമായി ആറ്റിങ്ങൽ റാണിയെ കാണുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പ്രതിനിധികളും പിന്നെ അവരുടെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ട് നേരെ ആറ്റിങ്ങലിലേക്ക് വരുന്നു. അന്ന് രാത്രി അവിടെ ഒരു കലാപം നടക്കുകയും അങ്ങനെ ബ്രിട്ടീഷുകാരെ കൂട്ടക്കൊല നടത്തുകയും ചെയ്തു. കൂട്ടക്കൊല നടത്തുന്നതിന് നേതൃത്വം കൊടുത്തത് കുടമൺ പിള്ളയാണ്. അപ്പോൾ കുടമൺ പിള്ളയും വഞ്ചുമുട്ടം പിള്ളയുമാണ് ആറ്റിങ്ങൽ റാണിയുടെ മന്ത്രിമാർ. അതിൽ വഞ്ചുമുട്ടം പിള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഥവാ ബ്രിട്ടീഷുകാർക്ക് അനുകൂലവും കുടമൺ പിള്ള പ്രതികൂലവുമായിരുന്നു. അങ്ങനെ ഇവർ എത്തുമ്പോൾ, അതായത് റാണിക്ക് കൊടുക്കാനുള്ള 1721 വിഷുദിനത്തിൽ റാണിക്ക് കൊടുക്കാനുള്ള ഉപഹാരങ്ങളും പാട്ടക്കുടിശ്ശികയുമായി എത്തിയ ബ്രിട്ടീഷുകാരെ, അതായത് അതിനകത്ത് മാലി റോസ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സൈമൺ കൗസി എന്ന് പറയുന്ന അവിടുത്തെ കോട്ടയുടെ കോട്ടയുടെ അധികാരി ഉണ്ടായിരുന്നു. പിന്നെ ഗിഫോർഡ് എന്ന് പറയുന്ന മറ്റൊരു അധികാരി ഉണ്ടായിരുന്നു. അങ്ങനെ ആ വിഷു ദിനത്തിൽ നടത്തിയ കൂട്ടക്കൊലയിൽ ബ്രിട്ടീഷുകാരിലെ ഉദ്യോഗസ്ഥന്മാർ ഏകദേശം എല്ലാവരും തന്നെ മരിച്ചു എന്ന് തന്നെ നമ്മൾ കരുതണം. അതിൻ്റെ കൃത്യമായ കണക്കിനെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങളുണ്ട്. അതിനകത്ത് 150 പേര് മരിച്ചു എന്നും അതല്ല അതിന് താഴെ ഉള്ളൂ എന്നൊക്കെ ഒരുപാട് തർക്കങ്ങളുണ്ട്. അതല്ല നമ്മുടെ പ്രധാന വിഷയം എന്നുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇതിനിടയിൽ ഇവരോടൊപ്പം വന്ന 4-5 അടിമകൾ തിരിച്ച് പിന്നെ രക്ഷപ്പെട്ട് ഇവിടെ നിന്ന് ഓടി അഞ്ചുതെങ്ങിലെത്തി. അഞ്ചുതെങ്ങിലെ കോട്ടയിലെ അധികാരികളെ വിവരം അറിയിക്കുകയും അങ്ങനെ അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ വള്ളത്തിൽ കയറ്റി നേരെ മദ്രാസിലേക്ക് അയക്കുകയും ചെയ്തു. ഇതിനിടയിൽ വീണ്ടും കലാപങ്ങൾ നടന്നു. അങ്ങനെ നിരവധി കലാപങ്ങൾ 1721 കലാപങ്ങളെയൊക്കെ പീരങ്കി വെച്ച് ഒതുക്കുകയും ബ്രിട്ടീഷുകാര് അലക്സാണ്ടർ ഓം എന്ന് പറയുന്ന ഒരു പിന്നെ കോട്ടയ്ക്ക് അവരുടെ അധികാരിയായി ഒരു ആളെ നിയമിക്കുകയും ചെയ്തു. അവിടെ വെച്ച് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പ് ഉണ്ടാവുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ 1721 കലാപത്തിന് ശേഷം മലയാളികളായ ആളുകൾക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക്, അതിൽ പ്രത്യേകിച്ച് ചിറയൻകീഴ് ആറ്റിങ്ങൽ ഭാഗത്തുള്ളവർക്ക് ഇവരുടെ നടപടികളോട് പ്രതിഷേധമുണ്ട് എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ പിന്നെ ഏതാണ്ട് ഒരു നയപരമായ പിന്നെ രീതിയാണ് സ്വീകരിച്ചത്. ഇവിടെ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, എന്തുകൊണ്ട് അവിടുത്തെ നാട്ടുകാർ ഇതിനെതിരെ കലാപം ഉന്നയിച്ചു കലാപം അഴിച്ചുവിട്ടു എന്നുള്ളതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. കാരണം ബ്രിട്ടനിൽ നിന്ന് ഒരാൾ അന്നത്തെ നിലയ്ക്ക് ഒരു പാക്കപ്പലിൽ നമ്മുടെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ആറ്റിങ്ങൽ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ ഏതാണ്ട് 3-4 മാസത്തെ യാത്ര വേണ്ടി വരും. ഈ 3-4 മാസത്തെ യാത്രയ്ക്ക് സ്വന്തം കുട്ടികളെയും കുടുംബത്തിനെയും ഉപേക്ഷിച്ച് 3-4 മാസത്തെ യാത്ര ചെയ്ത് ഇവിടെ എത്തുന്നതിന് അല്ലെങ്കിൽ ഇവിടെ വന്ന് ഉദ്യോഗം സ്വീകരിക്കുന്നതിന് ബ്രിട്ടീഷുകാർ പൊതുവെ മടിച്ചു. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തൊഴിലാളികളെയും അതിൻ്റെ ഉദ്യോഗസ്ഥരെയും കിട്ടാൻ പ്രശ്നങ്ങൾ നേരിട്ടു. അന്ന് അവരതിന് ചെയ്ത ഒരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, ചെറിയ ചെറിയ ശിക്ഷകൾ പിന്നെ അനുഭവിച്ചുകൊണ്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന കൊച്ചു കൊച്ചു ജയിൽ പുള്ളികളെയൊക്കെ അവിടെ നിന്ന് തുറന്നുവിട്ടു. ആ തുറന്നുവിട്ട ജയിൽ പുള്ളികളെയാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തൊഴിലാളികളായി കേരളത്തിലും ഇന്ത്യയിലാകമാനം എത്തിച്ചത്. അങ്ങനെ ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് നാട്ടുകാരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ അഞ്ചുതെങ്ങ് കലാപത്തിന് അഥവാ ആറ്റിങ്ങൽ കലാപത്തിന് വിത്തിടുകയും ചെയ്തത് എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രപരമായ ഒരു സത്യം. അപ്പോൾ ഈ കലാപത്തിന് ശേഷം അലക്സാണ്ടർ ഓം വന്നതോടുകൂടി
ഇതിനൊരു ശാന്തി ഉണ്ടാവുകയും ഏതാണ്ട് ഇന്ത്യക്കാരുമായി മലയാളികളുമായി ഏതാണ്ട് ഒരു ഒത്തുതീർപ്പിന് രീതിയിൽ പോവുകയും ചെയ്തു. വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞു. അങ്ങനെ ക്രമേണ കൊണ്ട് കുരുമുളക് കച്ചവടം അവിടെ പ്രായോഗികമല്ലെന്ന് കണ്ടതോടുകൂടി കുരുമുളക് കച്ചവടം അവരവിടെ അവസാനിപ്പിച്ചു. പകരം ആയുധ കച്ചവടം നടത്തി. പീരങ്കിയും തോക്കുമൊക്കെ വിൽക്കുന്നതിനുള്ള ഒരു 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 ഫാക്ടറിയായി അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇതിനെ സംബന്ധിച്ചൊരു രേഖ ഏതാണ്ട് 1748 നമുക്ക് ലഭ്യമാണ്. അതായത് നെടുമങ്ങാട്ട് നിന്ന് ശേഖരിക്കപ്പെടുന്ന കുരുമുളക് മുഴുവൻ 5 തെങ്ങ് കോട്ടയിലെത്തിച്ച് കണക്കെഴുതിച്ച് കല്ല് വെച്ച തോക്ക് വാങ്ങുന്നതിന് വേണ്ടി ഒരു പത്മനാഭൻ പെരുഞ്ചെട്ടിയെ ചുമതലപ്പെടുത്തുന്നതായി ഒരു മതിലകൻ രേഖയുണ്ട്. അതായത് നെടുമങ്ങാട് എന്ന് പറയുന്ന മലമ്പ്രദേശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളക് മുഴുവൻ 5 തെങ്ങ് കോട്ടയിലെത്തിച്ച് കണക്കെഴുതിച്ച് കല്ല് വെച്ച തോക്ക് വാങ്ങും. കല്ല് വെച്ച തോക്കെന്ന് പറയുന്ന പീരങ്കിയാണ് ഇത് വാങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിന്റെ പടയോട്ടത്തിന് ഉപയോഗിച്ചത് നെടുമങ്ങാട് പ്രദേശത്ത് വിളഞ്ഞ കുരുമുളകാണ് എന്ന് വ്യക്തം. അങ്ങനെ കുരുമുളക് കച്ചവടം തുടർന്ന് വരികെ അതും ഈ നാട്ടുകാരുമായിട്ടുള്ള നിരന്തരമായ പ്രശ്നങ്ങളെ തുടർന്ന് നഷ്ടത്തിലാവുകയും കുരുമുളക് കച്ചവടം എന്നേക്കുമായി അവസാനിപ്പിക്കുകയും ആയുധ കച്ചവടം മാത്രമായി ചുരുങ്ങുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയുടെയും അതിനുശേഷം വന്ന ആളുകളുടെ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടു കൂടി തിരുവിതാംകൂറിൻ്റെ യുദ്ധ പരിപാടികളെല്ലാം ഒതുക്കി വയ്ക്കുകയും ഏതാണ്ട് രാജ്യക്ഷേമ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തൊരു കാലഘട്ടത്തോടുകൂടി ആയുധത്തിൻ്റെ ആവശ്യം തിരുവിതാംകൂറിന് കുറഞ്ഞു വന്നു. കൊച്ചിയിലും അത് തന്നെ സംഭവിച്ചു. സാമൂതിരിയുടെ നാട്ടിലും അത് തന്നെ സംഭവിച്ചു. അതോടുകൂടി ആയുധ കച്ചവടവും അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടത്തിൽ കലാശിച്ചു. അപ്പോൾ ആയുധ കച്ചവടമില്ല, കുരുമുളക് കച്ചവടമില്ല. ഈ ഒരു അവസ്ഥയിൽ അവർ എടുത്തൊരു തീരുമാനം വെറുതെ പാട്ടം കൊടുത്ത് ഈ ഭൂമി കൈവശം വയ്ക്കുക എന്നുള്ളതിനപ്പുറം ഇതിനെ ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഈ പാട്ടം ഒഴിഞ്ഞിട്ട് ഭൂമി തിരുവിതാംകൂറിന് വിട്ടുകൊടുക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 250ഓളം വരുന്ന ഏക്കർ ഭൂമിക്കകത്ത് 3000ഓളം ആളുകൾ താമസമുണ്ട്. നിരവധി വീടുകളിലായി 3000ഓളം ആളുകൾ താമസമുണ്ട്. അതിൽ ഏറെക്കുറെ ആളുകളും ജാതിയിൽ താഴ്ന്നവരായിരുന്നു, ഏറെക്കുറെ ആളുകളും മുക്കുവരായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ സ്ഥലം ഇന്ത്യക്ക് തിരുവിതാംകൂറിലെ റാണിക്ക് കൈമാറുന്നതിന് അവരൊരു തീരുമാനമെടുക്കുന്നത്. ഈ തീരുമാനമെടുത്തത് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇവിടെ താമസിക്കുന്ന 3000 ആളുകളെയും വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായം ആരായാൻ അന്നത്തെ റെസിഡന്റ് സാഹിബ് തീരുമാനിച്ചു. അങ്ങനെ തിരുവിതാംകൂറിലെ റെസിഡന്റ് സാഹിബ് അവിടെ ചെന്ന് ഈ 3000 ആളുകളെയും വിളിച്ചുകൂട്ടി ഇങ്ങനെ അവർ പാട്ടം ഒഴിയാൻ പോകുന്നു എന്നും ഇനി മുതൽ നിങ്ങൾ തിരുവിതാംകൂറിലെ രാജാവിൻ്റെ പ്രജകളാണ് എന്നും അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചതിന് അവർ കൊടുത്ത മറുപടിയാണ് ഇനി ഒരു പത്രവാർത്തയായി വന്നിട്ടുള്ളത്. ആ പത്രവാർത്ത ഞാൻ വായിക്കാം. 1898 ജൂൺ മാസം 21-ാം തീയതി 8 മണിക്ക് റെസിഡന്റ് സാഹിബ് അവർകൾ ഇവിടെ വന്നിരുന്ന സമയം ഇവിടെ ഉള്ള എല്ലാ പ്രജകളെയും വരുത്തി ഈ സ്ഥലം തിരുവിതാംകൂറിലേക്ക് വിട്ടുകൊടുക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. അതിലേക്ക് ഇവിടെയുള്ളവർ ബോധിപ്പിച്ച സമാധാനം താഴെ പറയും പ്രകാരമാണ്: ഞങ്ങൾ മഹാരാജ്ഞി അവർകളുടെ രാജ്യത്തിൽ ജനിച്ചു വളർന്ന് അവധിയില്ലാത്ത സുഖങ്ങൾ അനുഭവിച്ചു വരുന്നു. ഞങ്ങളുടെ ഗവൺമെന്റ് ബ്രാഹ്മണർ, ശൂദ്രർ, ഈഴവർ, പറയർ എന്നിങ്ങനെ നോക്കാതെ എല്ലാവരെയും ഒരുപോലെ ന്യായമായി സംരക്ഷിച്ചു വരുന്നു. എല്ലാവർക്കും യോഗ്യതയ്ക്കനുസരിച്ച് എല്ലാ ഉദ്യോഗങ്ങളും കൊടുക്കുന്നു. കച്ചേരി മുതലായ സ്ഥലങ്ങളിലും മറ്റും എല്ലാ ജാതിക്കാർക്കും ഒന്നുപോലെ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് മേൽപ്പറഞ്ഞ സ്ഥലവും മറ്റും ബ്രാഹ്മണർക്കും ശൂദ്രർക്കും തീരെഴുതി കൊടുക്കാറില്ല. ആരും അടിമകളാക്കി വിചാരിക്കുന്നില്ല. തിരുവിതാംകൂറിൽ താണജാതിക്കാർക്ക് ഒരു ശിവായി പണി പോലും നേരെ ചൊവ്വേ കിട്ടുന്നില്ല. അവിടെ അനുഭവിക്കുന്ന സങ്കടത്തിന് കണക്കില്ല. അതിനാൽ മഹാരാജ്ഞി അവർകളുടെ പ്രജകളായ ഞങ്ങൾ തിരുവിതാംകൂട്ടെ പ്രജകളായ
ബ്രാഹ്മണ ശൂദ്രന്മാർക്ക് അടിമകളായി തീരുന്നത് സങ്കടകരമാണ്. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും സുഖത്തിനും സായിപ്പ് അവർകൾ തന്നെ ഒരു നല്ല ദൃഷ്ടാന്തമാകുന്നു. ഇപ്പോൾ ഞങ്ങൾ പിതാക്കന്മാരുടെ അടുക്കൽ മക്കൾ എന്ന പോലെ നിർഭയമായി നിന്ന് ബോധിപ്പിക്കുന്നു. തിരുവിതാംകൂറിൽ ഒരു തഹസീൽദാരുടെ എന്ന് വേണ്ട ഒരു ശിപായിയുടെ മുമ്പിൽ പോലും ഇങ്ങനെ അടുത്തു നിൽക്കാൻ പാടില്ല. ഇങ്ങനെ 2 മണിക്കൂർ നേരം സംസാരിച്ചപ്പോൾ നിങ്ങൾ വ്യസനിക്കേണ്ട, ഈ രാജ്യം ഇപ്പോൾ ആർക്കും കൊടുക്കുകയില്ല എന്ന് റെസിഡന്റ് സാഹിബ് പറഞ്ഞു. ഇവിടെ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, മഹാരാജ്ഞി അവരുടെ രാജ്യത്തെ പ്രജകളാണ് ഞങ്ങളെന്ന. ഈ മഹാരാജ്ഞി എന്ന് പറയുന്നത് ബ്രിട്ടൻ ഭരിക്കുന്ന വിക്ടോറിയ രാജ്ഞിയാണ്. ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയയുടെ രാജ്യമായിരുന്നു 251 ഏക്കർ വരുന്ന ഈ സ്ഥലം. പാട്ടഭൂമിയാണെങ്കിലും അവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നു. മാത്രമല്ല അതിൻ്റെ പ്രാദേശിക ഭരണം കൈയാളിയിരുന്നത് തിരുവിതാംകൂറിലെ റെസിഡന്റ് സാഹിബായിരുന്നു. മാത്രമല്ല അവിടുത്തെ നിയമ സംഹിത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് നിയമം തന്നെയായും തിരുവിതാംകൂർ നിയമം അവിടെ ബാധകമല്ല. അതുകൊണ്ട് തന്നെ അവിടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ എല്ലാ പ്രജകൾക്കും തുല്യാവകാശം കിട്ടിയിരുന്നത് കൊണ്ട് മാത്രമാണ് അവർ തിരുവിതാംകൂറിൽ ലയിക്കുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന അയിത്താചാരത്തിൻ്റെയും ജാതി സ്പർദ്ധയുടെയും ജാതി വിവേചനത്തിൻ്റെയും കരാള രൂപങ്ങളാണ്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യം വരുന്ന ഒരു വാർത്തയും അതിൻ്റെ രേഖയുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നന്ദി.